ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇപ്പം നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് നമുക്ക് സൈനിങ് ആപ്ലിക്കേഷൻ എങ്ങനെ ഒന്ന് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അത് സ്കെച്ച്വെയറിനകത്ത് എങ്ങനെ ഒരു സൈനിങ് ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാവുന്ന, അത് സിമ്പിളായിട്ടുള്ള സൈനിങ് ആപ്ലിക്കേഷനാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാവരും വിചാരിക്കും നമ്മൾ ടൈപ്പ് ചെയ്തിട്ടുള്ള സൈനിങ് ആപ്ലിക്കേഷനാണെന്ന്. പക്ഷേ അങ്ങനെയല്ല ഗൈസ്, നമ്മൾ ടൈപ്പ് ചെയ്യാതെയുള്ളൊരു സൈനിങ് ആപ്ലിക്കേഷനാണ് ഇന്നുണ്ടാക്കുന്നത്. അപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ വ്യൂവിനകത്ത് കുറച്ച് സംഭവങ്ങൾ റെഡിയാക്കാൻ ഗൈസ്. അപ്പോൾ നമുക്ക് അതൊന്ന് സെറ്റ് ചെയ്യുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഫസ്റ്റായിട്ടൊരു ലീനിയർ വെർട്ടിക്കൽ എടുത്തിട്ട് അതൊന്ന് മാക്സിമം ആക്കിയിടുകയാണ്. ഇനി നമുക്കൊരു ഇമേജ് വ്യൂവും അതുപോലെ തന്നെ ഒരു പ്രോഗ്രസ് ഭാഗം കൂടെ വേണം ഗൈസ്. അപ്പോൾ ഇത് രണ്ടും, ഇമേജ് വ്യൂവും പ്രോഗ്രസ് ഭാഗം നിങ്ങളൊന്ന് സെറ്റ് ചെയ്ത് വെക്കാം. എന്നിട്ട് ഞാനിപ്പോൾ ഇമേജിൻ്റെ ഇവിടെയായിട്ട് ഒരു ഇമേജ് ഇമ്പോർട്ട് ചെയ്യാണ്. അപ്പോൾ ഗൈസ്, ഞാൻ അവിടെ ഇമേജൊക്കെ ഒന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഇമേജ് ഇതിനകത്തേക്ക് ആക്കുകയാണ്. ഇമേജ് മീൻസ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എന്നിട്ട് ഈ ഒരു ഇമേജ് മാക്സിമം ആക്കി സെൻറ്ററിലേക്ക് കൊണ്ടുവരുന്നു. അതിന് ശേഷം നമുക്ക് കുറച്ച് ചില പരിപാടീസ് ഉണ്ട്, അതും കൂടെ ഒന്ന് കംപ്ലീറ്റ് ആക്കാം. അപ്പോൾ ഗൈസ് അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വ്യൂ സെറ്റായി. ഇനി കമ്പോണൻറ്റിനകത്ത് ചെന്നിട്ട് അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക. നമുക്കിവിടെ ലൈബ്രറി ചെന്നിട്ട് ഫയർ ബേസ് ഓൺ ആക്കാനുള്ളതാണ്. അപ്പോൾ എൻ്റെ ഫയർ ബേസ് ഒന്ന് ഓൺ ആക്കട്ടെ. ഓക്കെ, നെക്സ്റ്റ്. അപ്പോൾ ഗൈസ് ഇത് സെറ്റ് ചെയ്ത് വെക്കണം. ഇതെവിടെ നിന്ന് കിട്ടുമെന്ന് ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം, അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ സൈനിങ് വർക്ക് ചെയ്യത്തുള്ളൂ ഗൈസ്. അപ്പോൾ ഇനി കമ്പോണൻറ്റിനകത്ത് ചെന്നിട്ട് ഒരു ഇൻഡൻറ്റ് സെറ്റ് ചെയ്യുക, പിന്നെ ഒരു ഫയൽ പിക്കർ. ഞാൻ ടൈപ്പ് ചെയ്യുന്ന അതേ നെയിം തന്നെ നിങ്ങളിവിടെ ടൈപ്പ് ചെയ്യുക, എന്നാൽ മാത്രമേ നമ്മുടെ ഇത് വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ FF ഓൾ ഫയൽസ് ആഡ് എന്ന് പറഞ്ഞ് കൊടുക്കുക. അതിനുശേഷം ഫയർ ബേസ് ഓർത്ത് കൊടുക്കുക. ഇവിടെ ഞാൻ പറയുന്ന ഇതേ കോഡ് തന്നെ നിങ്ങൾ കൊടുക്കുക, ഇല്ലെങ്കിൽ ചിലപ്പോൾ പണി പാടും ഗൈസ്. നമ്മുടെ ഇത് വർക്ക് ചെയ്യത്തില്ല, അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് കൊടുക്കുക. അത് തെറ്റിപ്പോയി. AUTH എന്ന് കൊടുക്കുക. ശേഷം നമുക്കിനി കമ്പോണൻറ്റിനകത്ത് ചെന്നിട്ട് ഈവൻറ്റിനകത്ത് ചെന്നിട്ട് ഓൺ ക്രിയേറ്റ് എന്ന് പറഞ്ഞതുകൊണ്ട്, അതുപോലെ തന്നെ നമുക്കൊരു റെസ്യൂമും കൂടെ ആഡ് ചെയ്യണം. ഇനി ഓൺ ക്രിയേറ്റ് ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ ഒരു ബട്ടൺ, അതായത് ഈ വ്യൂവിനകത്ത് ചെന്നിട്ട് സെറ്റ് വിസിബിൾ എന്ന് പറഞ്ഞ ഇത് ഇങ്ങോട്ട് കൊണ്ടുവന്നിടാം. ഞാനിപ്പോൾ കാണിച്ചു തരാം. ജസ്റ്റ് ഇത് ഡിലീറ്റ് ആക്കി കളയട്ടെ. ഞങ്ങൾ നേരെ പ്രോഗ്രസ് വ്യൂവിനകത്ത് ചെന്നിട്ട് ഈ വ്യൂ സെറ്റ് വിസിബിൾ എന്ന് പറഞ്ഞ ഇതുണ്ട്, ആ കോഡൊന്ന് എടുത്ത് ഇവിടെ കൊണ്ടുവന്നിട്ടേക്ക് ഗൈസ്. ശേഷം ഗോണ്. അപ്പോൾ ഇതൊന്ന് സെറ്റ് ചെയ്യാം. അതിനുശേഷം ഓൺ റെസ്യൂം. ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു കമ്പോണൻറ്റ് ഇവിടെ കൊണ്ടുവന്നിടുക. അതിനുശേഷം നമുക്കൊരു ഒരു സ്ക്രീൻ ആഡ് ചെയ്യണം ഗൈസ്. ഒരു സ്ക്രീൻ കംപ്ലീറ്റ് ഈ ഒരു സ്ക്രീൻ നമുക്ക് ആഡ് ചെയ്യണം, അതായത് ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ വരാനുള്ള സ്ക്രീന്. പിന്നെ ഇവിടെ കംപ്ലീറ്റ്. അപ്പോൾ ഗൈസ്, ഈ ഒരു കോഡ് റെഡിയാക്കാനായിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നേരെ കൺട്രോളിൽ ചെല്ലുക. ഇഫ് ദെൻ എന്ന് പറഞ്ഞ ഈ ഒരു കോഡുണ്ട്, ഇത് കൊണ്ടുവരിക. ഓപ്പറേറ്ററിൽ ചെന്നിട്ട് നോട്ട് നൗ എന്ന് പറഞ്ഞൊരു കോഡുണ്ട്, അതും കൊണ്ടുവരിക. പിന്നെ കമ്പോണൻറ്റിനകത്ത് ചെന്നിട്ട് ഫയർ ബേസ് ലോഗിൻ ഉണ്ട്, അത് കൊണ്ടുവരിക. പിന്നെ കമ്പോണൻറ്റിനകത്ത് തന്നെ സെറ്റ് സ്ക്രീൻ എന്ന് പറഞ്ഞൊരു ഇതുണ്ട്, അത് എൽസിനകത്ത് കൊണ്ടുവന്നിടുക. അതുപോലെ തന്നെ ഈ സ്റ്റാർട്ട് ആക്ടിവിറ്റിയും കൂടെ ഇൻഡൻറ്റ് ഫ്ലാഗും അതുപോലെ തന്നെ സ്റ്റാർട്ട് ആക്ടിവിറ്റി, ഈ 3 കാര്യങ്ങൾ കൊണ്ടുവന്നിട്ട് അതൊന്ന് നിങ്ങൾ സെറ്റ് ചെയ്തേക്കുക. ഇനി നമുക്ക് ആവശ്യമായിട്ട് വരുന്ന നമ്മുടെ വ്യൂ, അതായത് ഇമേജിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ സംഭവിക്കേണ്ടത് എന്താണ്, അതൊരു കോഡാണ് ഗൈസ്. റാൻഡം കോഡാണ്, നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇതെങ്ങനെ കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓപ്പറേറ്റ് ചെന്നിട്ട് ആഡ് എ സോഴ്സ് ഡയറക്റ്റ്ലി എന്നുണ്ട്. അതിനുശേഷം ഈ ഒരു ടെസ്റ്റ് നമ്മളിവിടെ കോപ്പി ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് ആ ഇമേജ് സെറ്റ് ആവും. ഇപ്പോൾ ഈ കോഡ് ഞാൻ നിങ്ങൾക്ക് ഈ ടെസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതാണ്. പിന്നെ കമ്പോണൻറ്റ് നമ്മളിപ്പോൾ ഈ ഒരു ഓപ്ഷൻസ് ആട്ടോ ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത്. ഈ ഒരു ഇത്രയും ഓപ്ഷൻസാണ് നമ്മളിപ്പോൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഓപ്ഷൻ ഒഴിച്ച് നമ്മൾ ഈ ഒരു ഓപ്ഷനും ഇപ്പോൾ ഈ ഒരു ഓപ്ഷനും അതുപോലെ തന്നെ ഈ ഒരു ഓപ്ഷനും കംപ്ലീറ്റ് ചെയ്യണം ഗൈസ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്തേക്കാം. ഇപ്പോൾ നമ്മൾ കമ്പോണൻറ്റിൽ ചെന്നിട്ട് ഫയൽ പിക്കറിലെ ആദ്യത്തേതും
ഫയർ ബേസിലെ 2 എണ്ണവും ആഡ് ചെയ്യുക. ശ്രദ്ധിച്ച് നോക്കുക, ഓൺ ക്രിയേറ്റ് യൂസറും ഓൺ സൈനിങ് യൂസറും ആഡ് ചെയ്യുക. ഇനി നമുക്ക് മോർ ബ്ലോക്കിൽ ചെല്ലണം. അതായത് എന്താണ്ട് ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് മോർ ബ്ലോക്കിൽ ചെല്ലുക. അതിനുശേഷം നമുക്ക് ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഒരു ബ്ലോക്ക് ഉണ്ടാക്കണം. അപ്പോൾ പ്ലസ് ചെയ്തിട്ട് ഞാൻ ടൈപ്പ് ചെയ്യുന്ന അതേ നെയിം തന്നെ നിങ്ങൾ ടൈപ്പ് ചെയ്യുക. ഓൺ അക്കൗണ്ട് പിക്കഡ് എന്ന് ഇവിടെ ടൈപ്പ് ചെയ്യുക. നിങ്ങൾ കണ്ടല്ലോ. ഇതിന് ശേഷം ഈ ഒരു ഓപ്ഷൻ, അതായത് ഈ ഒരു ആഡ് വേരിയബിൾ എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് സിംപ്ലി ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അത് ജസ്റ്റ് ഈ സ്ട്രിങ്ങിലേക്ക് ഒന്ന് മാറ്റിയിടുക. ദെൻ നമ്മൾ ആഡ് എ വേരിയബിൾ നെയിം എന്നുണ്ടാവും. അതുപോലെ തന്നെ എൻ്റർ എ ലേബൽ ടെസ്റ്റ്. അപ്പോൾ ആഡ് എ വേരിയബിളിനകത്ത് ഇമെയിൽ എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ആഡ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ എൻ്റർ എ ലേബൽ, അവിടെ പാസ് എന്ന് ആഡ് ചെയ്യുക. അപ്പോൾ ഈ 2 എണ്ണം നിങ്ങൾക്ക് ഇപ്പോൾ കാണാമല്ലോ, ഇവിടെ 2 എണ്ണം സ്ക്രീനിനകത്ത് വന്നു. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ പാസ്വേഡാണ്. പാസ്വേഡും കൂടെ ഒന്നിവിടെ സെറ്റ് ചെയ്യാം. പാസ്വേഡ് സെറ്റായി. ഇനി ഇത് ആഡ് ചെയ്യുക. ഇപ്പോൾ കണ്ടല്ലോ ഗൈസ്, ഇത് ആഡായി. ഇനി ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഗൈസ് ഇവിടെ ഞാനിപ്പോൾ കോഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കോഡ് എങ്ങനെ സെറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതിനായിട്ട് ഓക്കെ. അപ്പോൾ ഗൈസ് നമുക്ക് ഇനി അതൊന്ന് സെറ്റ് ചെയ്യാം. അക്കൗണ്ട് പിക്കഡ് എന്ന് പറഞ്ഞാൽ മോർ ബ്ലോക്കിൽ നമുക്കൊന്ന് സെറ്റ് ചെയ്യണം. അതിനായിട്ട് നിങ്ങൾ ജസ്റ്റ് ഈ ഒരു വേരിയബിൾ എന്ന് പറഞ്ഞ ഇതുണ്ട്, അവിടെ നിന്ന് ആഡ് എ വേരിയബിൾ എന്നുണ്ട്. ആ ആഡ് എ വേരിയബിളിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇതിപ്പോൾ നമ്പറിലായിരിക്കും കിടക്കുന്നത്. ഇത് ഇൻറ്റു ആക്കിയിട്ട് നിങ്ങൾ ഈ സ്ട്രിങ്ങിലേക്കൊന്ന് ചേഞ്ച് ആക്കുക ഗൈസ്. ഞാനിപ്പോൾ സ്ട്രിങ്ങിലേക്ക് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇതിനകത്ത് ഇമെയിൽ അഡ്രസ്സ് എന്ന് കൊടുക്കുക. ഇമെയിൽ അഡ്രസ്സ് എന്ന് കൊടുക്കുക. അതുപോലെ തന്നെ ഒന്നും കൂടെ ആഡ് വേരിയബിൾ സ്ട്രിങ് പാസ്വേഡ് എന്ന് കൊടുക്കുക ഗൈസ്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഈ വേരിയബിളിൽ തന്നെ സെറ്റ് എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ, ഈ ഒരു കോഡ് നമ്മൾ ഡ്രാഗ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരിക. ഒന്നും കൂടെ ഡ്രാഗ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരിക. അതിനുശേഷം നമ്മൾ ഈ സൈഡിൽ കാണുന്ന ഈ നീല ബട്ടണിലുള്ള ഈ ഒരു ഇമെയിൽ ഇവിടെ കൊണ്ടുവന്ന് ഇടുക ഗൈസ്. അതിനുശേഷം സ്ട്രിങ്ങിനകത്തുള്ള ഇത് ഇമെയിൽ അഡ്രസ്സ് പാസ്വേഡ്. അതിനുശേഷം നമുക്ക് നെക്സ്റ്റ് വേണ്ടതെന്ന് പറയുമ്പോൾ നെക്സ്റ്റ് കമ്പോണൻ്റ് എന്ന് പറയുന്നത് ഫയർ ബേസ് സൈനിങ് ആണ്. ഇതൊന്ന് ജസ്റ്റ് കമ്പോണൻറ്റിൽ ചെല്ലുക. കമ്പോണൻറ്റിനകത്ത് ഈ ഒരു സൈനിങ് എന്ന് പറഞ്ഞ് ഈ ഒരു കോഡ് എടുത്ത് ഇവിടെ കൊണ്ടുവിടുക ഗൈസ്. അതിനുശേഷം അവിടെ പാസ്വേഡായിട്ട് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വേരിയബിളിനകത്തുള്ള ഇമെയിൽ അഡ്രസ്സ്, ഇമെയിൽ എന്നുള്ളിടത്ത് ഇമെയിൽ അഡ്രസ്സും പാസ്വേഡ് എന്നുള്ളിടത്ത് പാസ്വേഡും. ദെൻ നമുക്ക് വേണ്ടത് നേരെ വ്യൂവിനകത്ത് ചെല്ലുക. സെറ്റ് വിസിബിൾ എന്നുണ്ടാവും. വ്യൂവിനകത്ത് എന്നിട്ട് സെറ്റ് വിസിബിൾ ആ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം പ്രോഗ്രസ് ബാർ സെറ്റ് വിസിബിൾ ടൈപ്പ് ചെയ്യുക. പിന്നെ ടോസ്റ്റ്, ഇത് കമ്പോണൻറ്റിൽ ചെന്നിട്ട് ഈ ഫസ്റ്റ് തന്നെ കാണുന്ന ഈ ഒരു ടോസ്റ്റ് എടുത്ത് വിടുക. അതിനുശേഷം പ്ലീസ് വെയിറ്റ്. ഓക്കെ. അപ്പോൾ നമ്മുടെ ഈ കോഡിങ് മോർ ബ്ലോക്കിനകത്തുള്ള എല്ലാ കോഡും നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ദെൻ നമുക്ക് ഇനി വേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇവൻ്റ് ഫുള്ള് കംപ്ലീറ്റ് ആക്കി കമ്പോണൻ്റ് ഒഴിച്ച് നമ്മൾ ബാക്കിയെല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇതില്ലാട്ടോ ഗൈസ്. അപ്പോൾ ഇനി നമുക്ക് കമ്പോണൻറ്റിനകത്ത് ചെന്നിട്ട് ഫയൽ പിക്കർ, ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഒരു ആഡ് സോഴ്സ് ആണ്. അത് ഞാൻ നിങ്ങൾക്ക് ഇതാക്കി തരാം. നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ചെക്ക് ചെയ്ത് വെച്ചാൽ മതി. അവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഞാൻ ഇതാക്കി തരുന്നതായിരിക്കും. ദെൻ നമുക്കിനി ഫയർ ബേസ് ഓൺ ക്രിയേറ്റ് യൂസർ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ ക്ലിക്ക് ചെയ്തേക്കുന്നത് ഓൺ ക്രിയേറ്റ് യൂസർ ആണ് കേട്ടോ. ശേഷം ഈ ഒരു ബട്ടണിൽ നിന്ന് നമുക്ക് കോഡെല്ലാം സെലക്ട് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് കോഡ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ കോഡ്. അപ്പോൾ ഈ കോഡ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ കാണിച്ചു തരാം. നേരെ കൺട്രോളിൽ ചെല്ലുക. ഇഫ് ദെൻ ഉണ്ടാവും. ആ ഒരു കോഡ് ഇങ്ങോട്ട് എടുത്തിടുക.
എന്നിട്ട് സക്സസ് എന്ന് പറഞ്ഞൊരു കോഡ് ഈ നീല കളറിലുള്ള ഈ സക്സസ് നിങ്ങൾ മേളിൽ നിന്ന് എടുക്കുക. അതിന് ശേഷം കമ്പോണൻറ്റിൽ ചെന്ന് ടോസ്റ്റ് എടുത്ത് ഇവിടെ ഇടുക. അതുപോലെ തന്നെ വ്യൂവിനകത്ത് ചെന്നിട്ട് നമ്മുടെ വ്യൂ സെറ്റ് ഇതൊന്ന് ഇങ്ങോട്ട് കൊണ്ടുപോയിടുക. ദെൻ നമുക്ക് കമ്പോണൻറ്റിൽ ചെന്നിട്ട് ഇൻഡൻറ്റ് ദെൻ സ്റ്റാർട്ട് ആക്ടിവിറ്റി ദെൻ ഫിനിഷ് ആക്ടിവിറ്റി. ഇപ്പം ഇത്രയും സെറ്റ് ചെയ്തതിന് ശേഷം നമുക്കിനി ടോസ്റ്റ്, അതായത് എൽസിനകത്ത് ടോസ്റ്റ് ഇടുക. അതിനുശേഷം ഇറർ മെസ്സേജ് ഇത് ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്ന് ഇവിടെ ഇടുക. ഇവിടെ പ്ലീസ് വെയിറ്റ്, ഇവിടെ എന്താ ടോസ്റ്റ് ആയിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ഓക്കെ. അപ്പം അത്രയും കൊടുത്തു. ഇവിടെ എല്ലാം നമ്മളൊന്ന് സെലക്ട് ചെയ്ത് വെക്കണം, ഇല്ലെങ്കിൽ ഇത് പാടും. ഇവിടെ ഗോണ്. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. എനിക്ക് തൊണ്ടയിലെ വെള്ളം പറ്റിയത് കാരണം പറയാൻ ഇതാണ് ഗൈസ്. ടോസ്റ്റ് ഇത് അതിനുശേഷം വ്യൂവിനകത്ത് നിന്ന് നമുക്ക് വീണ്ടും പ്രോഗ്രസ് ബാർ സെറ്റ് ചെയ്ത് വെക്കണം. ഗൈസ് നിങ്ങളിപ്പോൾ കോഡിങ് എല്ലാം കണ്ടല്ലോ, ഇതേ കോഡാണ് നമ്മൾ ഇവിടെയും ചെയ്ത് വെച്ചിരിക്കുന്നത്. നിങ്ങളത് ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാൻ വേണ്ടി ഏത് കോഡാണ് ഞാനിപ്പോൾ ഓൾറെഡി സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന കോഡ് എടുത്ത് ഞാൻ താക്കി തന്നേക്കുന്നതാണ് ഗൈസ്. ഇപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഇതിപ്പോൾ ഫയർബേസ് ഓൺ ക്രിയേറ്റ് ആണ്, ഇനി ഓൺ സൈനപ്പ് ആണ്, സൈനിങ് യൂസറാണ്. അവിടെ നമുക്ക് ഈ ഒരു കോഡാണ് ഇവിടെ കൊണ്ടുവരണം. അപ്പോൾ ഈ ഒരു കോഡ് നമുക്കിനി എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം ഗൈസ്. അപ്പോൾ അതിന് ഫസ്റ്റ് തന്നെ കൺട്രോളിൽ ചെല്ലുക, ഇഫ് ദെൻ എന്ന് പറഞ്ഞ ഈ ഒരു കോഡ് എടുത്ത് ഇവിടെ ഇടുക. ദെൻ നമുക്ക് സക്സസ് എന്ന് പറഞ്ഞ ഈ ഒരു കോഡുണ്ട്, ആ ഒരു കോഡ് ഇങ്ങോട്ട് എടുത്തുക. അതിനുശേഷം കമ്പോണൻറ്റിൽ ചെന്നിട്ട് നമുക്ക് ടോസ്റ്റ് എടുത്തിടുക, ലോഗിൻ സക്സസ് എന്ന് എഴുതി കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ പലതും എഴുതാം, ഞാനിപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന അത് തന്നെയാണ് എഴുതുന്നത്. ഓക്കെ. ദെൻ നമുക്ക് ഇൻഡൻറ്റ് കമ്പോണൻറ്റിൽ ചെല്ലാം, സെറ്റ് സ്ക്രീന്, ദെൻ സെറ്റ് ഫ്ലാഗ്, ദെൻ സ്റ്റാർട്ട് ആക്ടിവിറ്റി. സോ ഗൈസ് ഇവിടെ കോഡ് ചെയ്തതിനകത്ത് ജസ്റ്റ് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി. ക്യൂ ഇൻഡൻറ്റ് നമ്മുടെ സെക്കൻഡ് സ്ക്രീന്, ക്യൂ. ഓക്കെ. ഇനി ഇററിനകത്ത് നമ്മൾ കൺട്രോളിൽ ചെന്നിട്ട് ഇഫ് ദെൻ ഉണ്ടാവും, ഇതൊന്ന് ഇങ്ങോട്ടേക്ക് ഡ്രാഗ് ചെയ്തിടുക. അതിനുശേഷം ഓപ്പറേറ്ററിൽ ചെന്നിട്ട് നമ്മളൊരു ഈക്വൽ, അതായത് ഈ ഒരു ബട്ടൺ എടുത്ത് ഇവിടെ കൊണ്ടുവന്നിടുക. അതിനുശേഷം ഈ മണ്ടേന്ന് ഇറർ മെസ്സേജ് എന്നുണ്ടാവും, ഈ ഒരു ഇറർ മെസ്സേജ് അത് കുറച്ചും കൂടെ താഴേക്ക് കൊണ്ടുവന്ന് ഇവിടെ ഇടുക. ഇവിടെ ലോഗിൻ സക്സസ്. ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കലാപരിപാടികളൊക്കെ ആക്കി വെക്കാം. ഞാനിപ്പോൾ എനിക്ക് ഇങ്ങനെ ആക്കി വെച്ചേക്കാണ്. പിന്നെ ഇവിടെ ടോസ്റ്റ് സെറ്റാക്കണം. അതിനായിട്ട് ടോസ്റ്റ് ക്ലിക്ക് ചെയ്യുക, എടുക്കുക. ദെൻ സോറി ഗൈസ്, ഇവിടെ ഒരു കോഡ് അടിച്ചതിൽ തെറ്റ് പറ്റിയിട്ടുണ്ട്. നമുക്ക് എന്താ ഇഫ് കോഡാക്കിയാലൊരു തെറ്റ് പറ്റിയിട്ടുണ്ട്. ഇഫ് ദെൻ തന്നെയാട്ടോ ഇവിടെ യൂസ് ചെയ്യേണ്ടത്. നമുക്ക് പറ്റിയൊരു തെറ്റാണെങ്കിൽ സോറി ഫോർ അബൌട്ട് ദാറ്റ്. നമ്മൾ ഈക്വൽ എടുക്കുക, ശേഷം ഇതാ മെസ്സേജ് ഇത് താഴേക്ക് കൊണ്ടുവരിക. ഇതിപ്പോൾ എതിരെ കൊണ്ടുവരുന്ന ഇവിടെ എന്തെങ്കിലും കലാപരിപാടികൾ കാണിച്ചു വെക്കുക. ദെൻ നമുക്കിനി ഫയർ ബേസിനകത്ത് കമ്പോണൻറ്റിനകത്ത് എന്നിട്ട് ഫയർ ബേസ് ക്രിയേറ്റ് യൂസർ ഇത് കൊണ്ടുവന്നിടുക. അതിനുശേഷം ഇവിടെ ഇമെയിൽ
അത് നമ്മുടെ വേരിയബിളിനകത്തുണ്ട് ഇമെയിൽ അഡ്രസ്സ്. അത് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഇടുക. അതിനുശേഷം എൽസ്. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പോണൻ്റ് ഇല്ല. ദെൻ ടോസ്റ്റ്, ദെൻ പ്രോഗ്രസ് ബാർ വ്യൂവിനകത്ത് ചെന്നിട്ട് സെറ്റ് ചെയ്യുക. ടോസ്റ്റ് എറർ മെസ്സേജ് അത് നമുക്കിനി മേളിൽ നിന്ന് കൊണ്ടുവരണം. അത്ര ചെയ്താൽ മതി. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് ആവശ്യമില്ലല്ലോ നിങ്ങൾക്ക്. ഈ കോഡ് നമുക്കിനി ഡിലീറ്റ് ചെയ്താൽ. അപ്പോൾ ഗൈസ് നമ്മുടെ ഏകദേശം എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഒറ്റൊരു കാര്യം കൂടെ. ഇനി കംപ്ലീറ്റിനകത്ത് നമ്മളൊരു ബട്ടൺ ആഡ് ചെയ്യുക. അതിനുശേഷം ആ ബട്ടണിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ കമ്പോണൻറ്റ് ആഡ്, കമ്പോണൻറ്റ് ഇൻഡൻറ്റ് ആഡ് ചെയ്യുക. അതുപോലെ തന്നെ ഫയർബേസ് ഇവിടെ ഞാൻ പറയുന്നത് ഇതിന് ചേർക്കണമെന്നില്ല, നിങ്ങൾക്ക് മാറ്റി ചേർക്കാവുന്നതാണ്. ഈ ഒരു സ്ക്രീനിൽ ആദ്യ സ്ക്രീനിൽ മാത്രം നിങ്ങൾ ഞാൻ പറയുന്ന അതേ ഇത് യൂസ് ചെയ്യുക. അതിനുശേഷം ഫയർബേസ് സൈൻ ഔട്ട്, നേരെ സെറ്റ് സ്ക്രീന്, സ്റ്റാർട്ട് ആക്ടിവിറ്റി. ഓക്കെ, ഇത്രയും സെലക്ട് ചെയ്യുക മെയിൻ. ഓക്കെ, പിന്നെ നമുക്ക് ആപ്ലിക്കേഷൻ ഒന്ന് റൺ ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ ഗൈസ് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ബാക്കി നോക്കാം. ഇപ്പം നമ്മൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഗൂഗിൾ വിത്ത് നോക്കാം. ഞാൻ എൻ്റെ ഇമെയിൽ അഡ്രസ്സ് ഇവിടെ കൊടുക്കുകയാണ്. നമ്മുടെ അക്കൗണ്ട് ഇപ്പോൾ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ബാക്ക് അടിച്ചിട്ട് ഒന്നും കൂടെ ഒക്കെ നോക്കാം. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ ലോഗിൻ ചെയ്യാനാണോ ചോദിക്കുന്നതെന്ന് നോക്കാം. അല്ല ഗൈസ്, അപ്പോൾ നമുക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി ബട്ടണിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ സൈൻ ഔട്ട് ആവും. അപ്പോൾ നമ്മളിനി ഒന്നും കൂടെ എടുത്ത് കഴിയുമ്പോൾ നമ്മളോട് സൈൻ ഇൻ ചെയ്യാൻ ചോദിക്കും. അപ്പോൾ ഗൈസ് ഇത്രേ ഉള്ളൂ കാര്യം. നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്തേക്കാം. നിങ്ങളുടെ ആപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ ക്രിയേറ്റിവിറ്റി ഉള്ളവർക്ക് ഈ ഒരു വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക ഗൈസ്.